വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ തിരഞ്ഞെടുപ്പിനുള്ളൂ എന്നുള്ളതാണ്. ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്നുകൂടി പാർട്ടികൾ കണക്ക് കൂട്ടിയിരുന്നതാണ്. ഒരു ഘട്ടത്തിൽ ചർച്ചകളൊക്കെ വളരെ സജീവമായി വന്നതും പിന്നീട് തിരഞ്ഞെടുപ്പ് ഒരുപക്ഷെ മാറ്റിവെച്ചേക്കാം എന്നൊരു സാധ്യത മുൻനിർത്തിയുള്ള ക്രമീകരണങ്ങളിലേക്ക് പാർട്ടികൾ പോവുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നോടൊപ്പം CPM ജില്ലാ സെക്രട്ടറി VP അനിൽ ചേരുന്നുണ്ട്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ഇടതുപക്ഷത്തിൻ്റെ കണക്കുകൂട്ടലുകളൊക്കെ? PV അൻവർ പോയ ഒരു ഒഴിവിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. അല്ല, ഇടതുപക്ഷം ഒരു തെരഞ്ഞെടുപ്പിന് തയ്യാറായിട്ട് തന്നെ നിൽക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയൊന്നും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. ഏത് സമയത്തും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ആവശ്യമായ സംഘടനാപരമായ എല്ലാ ഒരുക്കങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയ്ക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. നല്ല ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിടുന്നത്. കാരണം കഴിഞ്ഞ 8 വർഷക്കാലമായി ആ അസംബ്ലി മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. ഏതാണ്ട് 2000 കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ആ അസംബ്ലി മണ്ഡലത്തിനകത്ത് നടന്നിട്ടുള്ളത്. അത് ആ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്തതാണ്. കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്നലെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പുറത്തുവിട്ടു. ആ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ കേരളത്തിൽ ആകമാനം നടന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് കേരളം തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. തീർച്ചയായിട്ടും നിലമ്പൂരിലെ ജനങ്ങൾ നിലമ്പൂരിൽ 8 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അനുഭവിച്ചിട്ടുള്ള വികസന നേട്ടങ്ങളുടെ പ്രത്യുപകാരം എന്നുള്ള നിലയ്ക്ക് തന്നെ നന്ദിപൂർവ്വം ആ കാര്യങ്ങളെ സ്മരിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും. ജൂൺ 2-നാണ് നോമിനേഷൻ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ്. സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ ഏത് വരെ ആയിട്ടുണ്ട്? സ്ഥാനാർത്ഥി ചർച്ചകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് ഇന്ന് ആണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് നീങ്ങുകയുള്ളൂ എന്നുള്ളത്. ഇന്നു മുതൽ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ഏറ്റവും ഉചിതമായി ഉള്ള ഒരു സ്ഥാനാർത്ഥിയെ അവിടെ തീരുമാനിക്കുകയും ആ സ്ഥാനാർത്ഥി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ ഒരുക്കങ്ങൾ അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. വിജയിച്ച സ്ഥാനാർത്ഥി പിന്നീട് CPM ജില്ലാ സെക്രട്ടറി VP അനിലിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഇടതുപക്ഷത്തിന്റെ വികസന നേട്ടങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. CPM തന്നെ തിരിച്ചുവരും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്.